ഒരു 12 വയസ്സുകാരി വീട്ടിൽ നിന്ന് കാണാതാകുന്നു. ഒരു കുടുംബം 4 ദിവസം ഉറക്കമില്ലാതെ കാത്തിരിക്കുന്നു. കേരളം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ ഒരു സന്തോഷ വാർത്ത എത്തുന്നു. കുട്ടിയെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് സുരക്ഷിതമായി കണ്ടെത്തി. ഇതൊരു വാർത്ത മാത്രമല്ല, ഇന്നത്തെ സമൂഹം നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്? ഈ വാർത്തയിൽ ഏറ്റവും വലിയ ആശ്വാസം ആ കുഞ്ഞ് സുരക്ഷിതമായി തിരികെ എത്തി എന്നതാണ്. കേരള പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിനും സാങ്കേതികവിദ്യയുടെ സഹായത്തിനും വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ ഏകോപനത്തിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇതൊരു കുടുംബത്തിൻ്റെ മാത്രം അനുഭവമല്ല, ഓരോ വീട്ടിലും ഇറങ്ങേണ്ട ഒരു മുന്നറിയിപ്പാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ വീട്ടിലിരുന്ന് ലോകം മുഴുവൻ കാണുന്നു. പക്ഷേ ലോകം മുഴുവൻ അവരെയും കാണുന്നുണ്ടെന്ന സത്യം നമ്മൾ പലപ്പോഴും മറക്കുന്നു. ഒരു ഫോണിൻ്റെ സ്ക്രീനിൽ തുടങ്ങുന്ന ഒരു പരിചയം, ഒരു മെസ്സേജ്, ഒരു വീഡിയോ കോൾ, ഇത് എവിടെ എത്തുമെന്ന് പലപ്പോഴും കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മാതാപിതാക്കൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഇന്നെങ്ങനെയിരുന്നു എന്ന ചോദ്യത്തേക്കാൾ ആരോടൊക്കെയാണ് സംസാരിച്ചത്, എന്തെങ്കിലും വിഷമമുണ്ടോ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. പല വീടുകളിലും ഇന്ന് കുട്ടികൾക്ക് എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ സമയം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ സ്നേഹം. അതാണ്. ഒരിക്കൽ കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അമ്മുമ്മ, അപ്പൂപ്പൻ, അമ്മാവൻ, അയൽവീട്ടിലെ ചേട്ടൻ. തെറ്റ് സംഭവിച്ച സ്നേഹത്തോടെ തിരുത്താൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് പലപ്പോഴും എത്തുന്നത് സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്ത് അവരുടെ മാതാപിതാക്കളായിരിക്കണം. ഒരു കുഞ്ഞ് വീട് വിട്ടു പോകാൻ തീരുമാനിക്കുന്ന ദിവസം അവൾ ആദ്യം നഷ്ടപ്പെടുന്നത് വഴിയല്ല, ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യമാണ്. നമ്മൾ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും നൽകാം, പക്ഷേ അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു മനുഷ്യനെ നമുക്ക് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ. ഇന്ന് ആ കുഞ്ഞ് സുരക്ഷിതമായി തിരിച്ചെത്തി. അത് ഓരോ മലയാളിക്കും സന്തോഷമാണ്. പക്ഷേ ഇനി ഒരു കുട്ടിക്കും ഒരു കുടുംബത്തിനും ഇത്തരമൊരു 4 ദിവസത്തെ കണ്ണീർ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ. ഇന്ന് വീട്ടിലെത്തിയാൽ നിങ്ങളുടെ കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കൂ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഒരു സംഭാഷണം ഒരുപക്ഷെ ഒരു ജീവിതം തന്നെ രക്ഷിച്ചേക്കാം. ഈ വീഡിയോ ഓരോ മാതാപിതാക്കളിലേക്കും എത്തണം. ഷെയർ ചെയ്യൂ. കാരണം ഒരു ഷെയർ ഒരു കുടുംബത്തെ ജാഗ്രതപ്പെടുത്താം. 4 ദിവസം വാർത്തകൾക്കപ്പുറം ഇത് ജീവിതയാത്ര.